അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ഫിഖ് വിഷയത്തിൽ നിന്ന് പൊതുപരീക്ഷയ്ക്ക് വന്നതായ കുറച്ച് ചോദ്യങ്ങളും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള മോഡൽ ചോദ്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. നാളെയാണ് പരീക്ഷ, അതിന് മുമ്പായിട്ട് എല്ലാവരിലേക്ക് എത്തട്ടെ. ആദ്യ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ളതാണ്. വലതുഭാഗത്ത് കാണുന്ന കാര്യങ്ങളുമായി ഇടതുഭാഗം യോജിപ്പിക്കുക. ഉദാഹരണത്തിന് സ്വർണം നമുക്കറിയാം സക്കാത്ത് കൊടുക്കേണ്ട ഇനത്തിൽപ്പെട്ടതാണ്. 8 ഇനങ്ങളിലാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പാഠത്തിലൂടെ പഠിച്ചിട്ടുണ്ട്. ആരും മറക്കരുത്. 7 അല്ല 8 എണ്ണം കേട്ടോ. 8 ഇനങ്ങളിലാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. അവരുടെ അവകാശങ്ങളും പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ സ്വർണം എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അതായത് എത്ര ഉണ്ടാകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അത് 85 ഗ്രാമാണ്. 85 ഗ്രാം സ്വർണം. അപ്പോൾ അവിടെ ഇടതുഭാഗത്ത് കാണാം 85 ഗ്രാം എന്ന്. 2 വെള്ളി കൊടുക്കേണ്ടത് 595 ഗ്രാമാണ്. വെള്ളിയുടെ കുറഞ്ഞ കണക്ക് 595 ഗ്രാം. 3 കാരക്ക എത്രയാണ് കൊടുക്കേണ്ടത്, കാരക്ക 960 കാരക്ക, മുന്തിരി എന്നിവയൊക്കെ കൊടുക്കേണ്ടത്. 4 ഒരു മുദ്ദ് പറഞ്ഞാൽ എത്രയാണ്, ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്ററാണ് ഒരു മുദ്ദ്. 5 ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് 200 ലിറ്ററാണ് ഒരു സ്വാഴ്. ആ കണക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത പ്രവർത്തനമാണ് യോജിച്ചത് ചേർക്കാം എന്നുള്ളത്. ബ്രാക്കറ്റിൽ നിന്ന് താഴത്തേക്ക് എഴുതിയെടുക്കുക. 1 ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത് അതിന് യോജിച്ചത് മുകളിലുണ്ട്. ഫർള് ഐനാണ് ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത്. 2 നായ, പന്നി എന്നിവയിൽ നിന്ന് ജന്മം കൊണ്ടവ അതിന് യോജിച്ചത് മുഗല്ലലാണ്, അതായത് കട്ടി കൂടിയ നജസാണ്, ഗൗരവമേറിയ നജസാണ്. 3 ഒന്നാമത്തെ ഖുതുബയിൽ, പെരുന്നാളിലെ ഒന്നാമത്തെ ഖുതുബയിൽ എത്ര തക്ബീർ ചൊല്ലണം, 9 തക്ബീറാണ്. 4 ഒന്നാമത്തെ റക്അത്തിൽ, പെരുന്നാളിലെ ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീർ. 7 തക്ബീറാണ് അവിടെ സുന്നത്ത്. 5 നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമാ നിസ്കാരമാണ്. അടുത്ത പ്രവർത്തനം എണ്ണം എഴുതാനുള്ളതാണ്. കറക്റ്റായത് തിരഞ്ഞെടുക്കുക. തയമ്മുമിൻ്റെ ഫറളുകൾ, തയമ്മുമിന് എത്ര ഫറളുകളുണ്ട്, 5, 6, 4. ശരിയായത് 6 ഫറളുകളുണ്ട്. തയമ്മുമിൻ്റെ ഫറളുകൾ 6 എണ്ണമാണ്. 2 നജസിൻ്റെ ഇനങ്ങൾ, എത്ര തരം നജസ്സുകളുണ്ട്, 4 ഇനാണോ 5 ഇനാണോ 3 ഇനങ്ങളാണോ, നജസ് 3 ഇനങ്ങളാണ്. മുഗല്ലദ്, മുത്തവസ്സിത്ത്, മുഖഫഫ്. 3 അബ്ആദ് സുന്നത്തുകൾ, എത്ര എണ്ണമാണ് അബ്ആദ് സുന്നത്ത്, 7 ആണോ 6 ആണോ 8 ആണോ. ശരിയായത് അബ്ആദ് സുന്നത്തുകൾ 7 എണ്ണമാണ്. കാണാതെ പഠിക്കണം കേട്ടോ. 4 ജുമുഅ സഹിഹാകാനുള്ള ഷർത്തുകൾ എത്രയാണ്, 7 ആണോ 6 ആണോ 4 ആണോ, അത് 6 എണ്ണമാണ്. 5 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്രയാണ്, 4, 3, 2. ശരിയായത് 4 ആണ്. 6 ഖുതുബയുടെ ഫറളുകൾ, ഖുതുബയ്ക്ക് എത്ര ഫറളുകളുണ്ട്, 6, 5, 4. ശരിയായത് 5 ഫറളുകളാണ് ഖുതുബക്കുള്ളത്. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1 പെരുന്നാൾ രാവ് പകുതിയായ ശേഷം ഡാഷ് രാത്രി താമസിക്കൽ. പൂരിപ്പിച്ചു കൊടുക്കാം. പെരുന്നാൾ രാവ് പകുതിയായ ശേഷം മുസ്ദലിഫയിൽ രാത്രി താമസിക്കൽ, അതായത് രാത്രി താമസിക്കാം. 2 ഡാഷ് കാലം എല്ലാവർക്കും സന്തോഷകരമായ
കാലമാണ്. വിട്ടുപോയത് നോമ്പ് കാലം എല്ലാവർക്കും സന്തോഷകരമായ കാലമാണ്. 3. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ്. അതേതാണ്? സുന്നത്താണ്. ചെയ്താൽ കൂലിയുണ്ട്, പക്ഷെ ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. 4. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുണ്ട്. അതാണ് തഹൂർ. തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. ചിലപ്പോൾ ചോദ്യമായിട്ടും വരും കേട്ടോ. 5. പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ഡാഷ്, മുഖഫഫായ നജസ്. 6. ദീർഘയാത്ര ഡാഷ് കിലോമീറ്ററാണ്. എത്രയാണ്? 133 കിലോമീറ്ററാണ്. അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാമെന്നുള്ളതാണ്. 1. ജുമാഅയുടെ ഷർത്തുകൾ. ജുമാ സ്വഹിയാകാനുള്ള ഷർത്തുകൾ 6 ഉണ്ട്. അതിൽ നിന്ന് 2. 1. അർഹരായ 40 ആളുകളെ കൊണ്ടായിരിക്കുക. 2. മഹലിൻ്റെ അതിർത്തികളിൽപ്പെട്ട സ്ഥലത്തായിരിക്കുക. നല്ലത് നിങ്ങൾക്ക് ളുഹറിൻ്റെ സമയത്തായിരിക്കുക. അതുപോലെ തന്നെ 2 ഖുത്ബയുടെ ശേഷമായിരിക്കുക. ഇതൊക്കെ വേണമെങ്കിൽ എഴുതട്ടോ. സിമ്പിളായിട്ട് പഠിക്കുന്നത് എഴുതിയാൽ മതി, അത് കാണാതെ പഠിച്ചാൽ മതി. 2. ഖുത്ബയുടെ ഫർളുകൾ. ഖുത്ബക്ക് 5 ഫർളുകളാണുള്ളത്. അതിൽ ചെറിയത് പഠിച്ചു വെക്കുക. 1. അള്ളാഹുവിനെ സ്തുതിക്കുക. അതുപോലെ തന്നെ നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക. അത്ര മതി. പിന്നെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. 2. ഖുത്ബയിൽ അർത്ഥപൂർണമായ ആയത്ത് ഓതൽ. 2-ാം ഖുത്ബയിൽ മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യൽ. ഇതൊക്കെ 5 ഫർളുകളാണ്. 3. സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ്? ഫക്കീർ, മിസ്കീന്, നവമുസ്ലിങ്ങൾ, സക്കാത്തിന് പിരിക്കുന്ന ആളുകൾ, കടമുള്ളവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സേവനമായി യുദ്ധം ചെയ്യുന്നവർ, മുസാഫിറുകൾ, അടിമത്ത മോചന കരാറുകൾ ചെയ്തവർ. ഇതൊക്കെ എഴുതാം. 5. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. 2 എഴുതിയാലും മതി. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4 പറയുന്നുണ്ട്. 1. സംയോഗം ചെയ്യുക. 2. ഇന്ദ്രിയം പുറപ്പെടുവിക്കുക. 3. ഉണ്ടാക്കി ഛർദ്ദിക്കുക. 4. തടിയുള്ള വല്ലതും എന്ത് ചെയ്യുക? തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി ഉള്ളിലേക്ക് കടക്കുക. 5. അബഅദ് സുന്നത്തുകൾ. അബഅദ് സുന്നത്തിൽ നിന്ന് 1. ആദ്യത്തെ തശഹുദ് ഓതൽ. അതുപോലെ ആദ്യത്തെ തശഹുദിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ. ഇത് 2 ആണെങ്കിൽ എഴുതാം. നല്ലത് 1-ാമത്തെ തശഹുദും അതുപോലെ കുനൂത്ത് ഓതുക, ആദ്യത്തെ തശഹുദ് ഓതുക. ഇത് 2 പറ്റും. ഇനി ഉത്തരം എഴുതാം. 1. ഖസ്ർ എന്നാൽ എന്ത്? ഉത്തരം 4 റക്അത്തുള്ള നിസ്കാരം 2 ചുരുക്കി നിസ്കരിക്കലാണ് ഖസ്ർ. 2. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? സൂര്യൻ ഉദിച്ചത് മുതൽ ളുഹർ വരെയാണ്. 3. സുജൂദിൽ നിലത്ത് വക്കൽ നിർബന്ധമായ അവയവങ്ങൾ ഏതെല്ലാം? നെറ്റി. 2. കൈയിൻ്റെ പള്ള. പിന്നെ അതുപോലെ 2 കാൽമുട്ട്, 2 കാലിൻ്റെ വിരലുകളുടെ പള്ള, 2 കാലിൻ്റെ, പിന്നെ അതുപോലെ വേറൊന്നുമില്ല. അപ്പോൾ 7 അവയവമായി. 2 കൈയിൻ്റെ പള്ളയും 2 കാലിൻ്റെ പള്ളയും 2 കാലിൻ്റെ മുട്ടും പിന്നെ അതുപോലെ നെറ്റിയും. മൂക്ക് സുന്നത്താണ്. 4. അറഫയിൽ ഹാജരാകണം എപ്പോൾ? ഉത്തരം ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞു മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം. അറഫയിൽ ഹാജരാവണ്ടേ. പിന്നെ സുബഹ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നിയ്യത്ത് എഴുതാം. അതെങ്ങനെയാണ്? ഉസല്ലി ഫറള സുബഹി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. ഇനി ഇമാമോട് കൂടെയാണെങ്കിൽ മഅൽ ഇമാമി. ഇനി പൂർത്തിയാക്കാം. 1. നവൈതു സോമ ഗദിൻ ഡാഷ് അനദാഇ ഫറള റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. നോമ്പിൻ്റെ നിയ്യത്ത്. 2. വജുഇലതു ലനാ ഡാഷ് കുല്ലഹ ഡാഷ്. അത് നമ്മുടെ തൈമം എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട്. 3. ഇദാ ഹളറത്തി സ്വലാത്തു ഡാഷ് അഹദുക്കും. ഇദാ ഹളറത്തി സ്വലാത്തു ഫല്യുഅദ്ദിൻ ലക്കും അഹദുക്കും. 4.
റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅ്തു മിൻ ഷൈഇൻ ബഅദു. ഇതോടുകൂടെ ചോദ്യത്തിൽ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.